നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ചേരുവകൾ മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കുക്കുംബർ, അഥവാ നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കക്കിരിയാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് വെച്ച് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2-2.5 ടേബിൾ സ്പൂൺ മധുരം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫ്ലേവറിന് വേണ്ടി എസൻസ് അല്ല, നമ്മൾ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കശുവണ്ടിപ്പരിപ്പാണ്. 4-5 ഒക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ 4 എടുത്തിട്ടുള്ളത്. വെള്ളത്തിലൊന്ന് ജസ്റ്റ് കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും, പെട്ടെന്ന് അരച്ചെടുക്കാം നമുക്ക്. അതുപോലെ ഇതിനകത്തോട്ടേക്ക് ഇനി നമ്മൾ നല്ല തണുത്ത പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഞാനിപ്പോൾ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് മിൽക്ക് കട്ടപ്പാലാക്കിയിട്ട് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത്, ഒരു 8-9 ഐസ് ക്യൂബ്സിനടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുക്കൊന്നും വേണ്ട, ചെറിയ ചെറിയ തരികൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മുടെ സബ്ജ സീഡ്സ് അഥവാ കസ്കസ് ഒന്ന് കുതിർത്തി വെച്ചിട്ടുള്ളത് കൂടി ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സെർവിങ് ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ പഴവർഗ്ഗങ്ങളൊക്കെ വെച്ചിട്ട് മിൽക്ക് ഷേക്ക് അടിക്കുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒന്ന് തയ്യാറാക്കി നോക്കി. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഗാർണിഷ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനൊരു ചെറിയ പീസ് നമ്മുടെ ആൽമണ്ട്, നമ്മുടെ ബദാം പരിപ്പ് ചെറിയ കഷ്ണമായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.